ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ യാത്ര ശ്രീനഗറിൽ നിന്നും സോണാമാർഗിലേക്കാണ്. അതായത് 90-93 കിലോമീറ്റർ സംതിങ് ആണ് വരുന്നത് ഇവിടുന്ന് ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ കാണുന്നത് ശ്രീനഗർ ടു ലേ പോകുന്ന നാഷണൽ ഹൈവേ ആണ് കേട്ടോ. പിന്നെ ഈ പോകുന്ന റൂട്ട്, അതുപോലെ അവിടെ പോയിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഞാനിതിൽ കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഈ വരുന്നതാണ് സോണാമാർഗ് ടണൽ കേട്ടോ. ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6.5 കിലോമീറ്റർ ആണ്. 2025 ജാനുവരി 13 ഇതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി നിർവഹിച്ചത്. പിന്നെ വാണിജ്യ ആവശ്യങ്ങൾക്കും അതുപോലെ ഡിഫൻസ് ആവശ്യങ്ങൾക്കും ടൂറിസത്തിനൊക്കെ വേണ്ടി നിർമ്മിച്ചൊരു ടണലാണ് ഇത്. നമ്മൾ ടണൽ ക്രോസ് ചെയ്തപ്പോൾ തന്നെ ഈ ഏരിയയിലൊക്കെ നന്നായിട്ട് ഐസും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. പക്ഷേ ടണലിൻ്റെ മുൻവശത്ത് നമ്മൾ കണ്ടില്ല, ആ ഏരിയയിൽ നമ്മൾ ഐസ് വീണില്ല. പക്ഷേ ടണൽ ഇങ്ങനെ ക്രോസ് ആയി ഈ ഏരിയയിലൊക്കെ നന്നായിട്ട് ഐസ് വീണിട്ടുണ്ട്. റോഡെല്ലാം വന്നിട്ട് നമുക്ക് ക്ലിയറൻസ് ചെയ്ത് തന്നിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ബോർഡിൽ കണ്ടല്ലോ, ലേയിലോട്ട് വന്നിട്ട് ഇവിടുന്ന് 345 കിലോമീറ്റർ ആണ് ലേയിലോട്ട്. അപ്പോൾ നമ്മൾ സെയിം ഇതേ റൂട്ടിൽ തന്നെയാണ് ലേയിലോട്ടും പോകുന്നത്. ഇതാണ് മെയിൻ ടൂറിസ്റ്റ് പ്ലേസ്. ഇവിടെ വണ്ടികളെല്ലാം റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ പാർക്കിംഗ് ചെയ്തതിൻ്റെ താഴ്വശത്തായിട്ട് ഹോട്ടലും കാര്യങ്ങളും അതുപോലെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ താഴെയുണ്ട് കേട്ടോ. ഇതാണ് മെയിൻ ഏരിയ. ഇവിടെ നിന്ന് നമ്മൾ മുകളിലോട്ട് വേണം പോകണമെങ്കിൽ. ബൈ വാക്കായിട്ടും നമുക്ക് മുകളിലോട്ട് പോവാം, അല്ലെങ്കിൽ വന്നിട്ട് ഇവിടെ കുതിര സഫാരി ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ബൈ വാക്ക് പോകുമ്പോൾ നമ്മൾ സ്നോ ബൂട്ടും കാര്യങ്ങളൊക്കെ ധരിക്കണം, അല്ലെങ്കിൽ സ്ലിപ്പ് ആവാനൊക്കെ ചാൻസസ് കൂടുതലാണ്. ഇത് JNK ടൂറിസത്തിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് മാതിരിയുള്ള ഒരു പ്ലേസാണ്. നമുക്ക് ഡോർമെറ്ററി സൗകര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്, അതുപോലെ വാഷ്റൂം, റെസ്റ്റ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ മുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബാക്കി ഈവൻറ്റും കാര്യങ്ങളൊക്കെ അവിടെയാണ് നടക്കുന്നത്. എൻ്റെ ഒരു കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൈ വാക്കായിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമുക്ക് പല വീഡിയോസും ഫോട്ടോസും ഒക്കെ നന്നായിട്ട് ലൊക്കേഷനെല്ലാം കണ്ട് നമുക്ക് എൻജോയ് ചെയ്തിട്ട് മുകളിലോട്ട് പോകാവുന്നതാണ്. പിന്നെ മുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ മെയിനായിട്ട് സ്നോ സ്കൂട്ടർ, അതുപോലെ ഐസ് സ്കേറ്റിങ്, അങ്ങനെയുള്ള ഒരുപാട് ഈവൻറ്റുകളും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. നമുക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ റീൽസൊക്കെ എടുക്കുന്നവർക്ക് വന്നിട്ട് നമുക്ക് അവിടെ പോയി റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. കാരണം നല്ല ഫോണോ അല്ലെങ്കിൽ നല്ല ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. ഇവിടുത്തെ ലോക്കൽ ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൽ കുറച്ച് സ്കാമിംഗ് ഒക്കെ ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇതാണ് ടോപ്പ് ലൊക്കേഷൻ. ഇവിടെയാണ് വന്നിട്ട് ഈ ഐസ് സ്കേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുപോലെ നമുക്ക് കഴിക്കാനൊക്കെ മാഗി കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നതായിരിക്കും, നമുക്ക് പിന്നെ വാങ്ങി കഴിക്കാം. പിന്നെ ഇവിടെ റോപ്പ് വേ ഉണ്ട്, പക്ഷേ എന്നിട്ട് ഇപ്പോൾ വർക്കിംഗ് കണ്ടീഷൻ അല്ല. അത് ഞങ്ങൾ പോയ സമയത്ത് വർക്കിംഗ് കണ്ടീഷൻ അല്ല. ഇതാണ് ലാസ്റ്റ് ഏരിയ കേട്ടോ. ഇവിടെ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റില്ല, കാരണം ഡിഫൻസും കാര്യങ്ങളൊക്കെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, ബൈ, താങ്ക് യു.